ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. നമുക്കറിയാം, നമ്മുടെ RRB എക്സാമുകൾ നടക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന RRB എക്സാമുകളിൽ അല്ലെങ്കിൽ SSC എക്സാമുകളിൽ ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ വരാൻ പോകുന്ന RRB എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫലപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അത്യാവശ്യം ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ക്ലാസ്സുകൾ, കറണ്ട് അഫേഴ്സുകളൊക്കെ സൗജന്യമായിട്ട് ലഭ്യമാകാനായിട്ട് എല്ലാവരും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓരോ ചോദ്യങ്ങളും വിലപ്പെട്ടതാണ്. സോ വളരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ശരി, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് RRB എക്സാമുകളിൽ വരുന്ന ഒരു ഏരിയ ആണ് ഈ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. അത്തരത്തിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദ കൾട്ടിവേഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ് സച്ച് ആസ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സിന്റെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ കൃഷിയെ വിളിക്കുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല ടേമുകളും പഠിക്കുന്നതാണ്. സെറികൾച്ചർ, പിസികൾച്ചർ, എപ്പികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ. ഒരു ഡൗട്ടും വേണ്ട, ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഹോർട്ടിക്കൾച്ചർ ആണ്. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ് ഈ സെറികൾച്ചർ എന്ന് പറയുന്നത്? സെറികൾച്ചർ പല ടൈപ്പ് കൾട്ടിവേഷനുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെറികൾച്ചർ. സെറികൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിൽക്ക് വോം സിൽക്ക് വോം, പട്ടുനൂൽ പുഴു കൃഷിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. എങ്കിൽ പിസികൾച്ചർ എന്താണ്? പിസികൾച്ചർ എന്ന് വെച്ചാൽ ഫിഷസ്, മത്സ്യകൃഷിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പിസികൾച്ചർ എന്ന് പറയുന്നത്. എപ്പികൾച്ചർ എന്താണ്? എപ്പികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ബി അല്ലെങ്കിൽ തേനീച്ച, ഹണി ബി അല്ലെങ്കിൽ തേനീച്ച വളർത്തലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പികൾച്ചർ. അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ നമ്മൾ പറഞ്ഞു, പഴം, പച്ചക്കറി, വെജിറ്റബിൾസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള കൃഷിയാണ് ഹോർട്ടിക്കൾച്ചർ. അതേപോലെ ഒലേറിക്കൾച്ചർ ഉണ്ട്. ഒലേറിക്കൾച്ചർ എന്ന് വെച്ച് കഴിയുമ്പോൾ വെജിറ്റബിൾസ് മാത്രം, വെജിറ്റബിൾസ് മാത്രം കൃഷി ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒലേറിക്കൾച്ചർ എന്ന് വ്യക്തമായിട്ട് പഠിക്കുക. മഷ്റൂം കൾച്ചർ എന്താണെന്ന് അറിയാം, കൂൺ കൃഷിയാണ് മഷ്റൂം എന്ന് നമുക്കറിയാം. ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഈ ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലി വളർത്തലാണ് ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ്. അതേപോലെ തന്നെ പോൾട്ടറി ഫാമിംഗ് ചോദിക്കാറുണ്ട്. പോൾട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡക്ക്, ഹെന്ന് തുടങ്ങിയ റിയറിംഗ് ഓഫ് ഡക്ക് ആൻഡ് ഹെന്ന്, കോഴി, താറാവ് വളർത്തലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പോൾട്ടറി ഫാമിംഗ് എന്ന് പറയുന്നത്. പത്രത്തിലുള്ള പ്രധാനപ്പെട്ട കൃഷി രീതികൾ നമുക്ക് ചോദ്യമായിട്ട് വരുന്നതാണ്. സോ ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദ ടേം സെറികൾച്ചർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. സെറികൾച്ചർ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്താണ് സെറികൾച്ചർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? സിൽക്ക് വാം ആണ്, സിൽക്ക് വാം ആണ് എന്തെന്ന് പറയുന്നത്? സെറികൾച്ചർ. ഫിഷസ് നമ്മൾ പറഞ്ഞു പിസികൾച്ചർ. ആ ഫിഷസ് പഠിക്കുമ്പോൾ പിസികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫിഷസിന്റെ ഫാമിംഗ് ആണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാരികൾച്ചർ ഉണ്ട്. മറൈൻ ഓർഗാനിസത്തിന്റെ മറൈൻ ഓർഗാനിസത്തെ വളർത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാരികൾച്ചർ. അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളുക. ഓക്കെ, ബീ ഫാമിംഗ് നമ്മൾ പറഞ്ഞതാണ്, എന്താണ്? എപ്പികൾച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ ഫാമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ടേമുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ഓങ്കോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രീറ്റ്മെന്റ് ഓഫ് വിച്ച് ഡിസീസ്? ഏത് രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്? പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ടേമുകൾ ബേസ് ചെയ്തുള്ള ചോദ്യം. അത്തരത്തിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓങ്കോളജി എന്താണ്? പഠിച്ചു വെച്ചോളുക. ഓരോന്നും നോക്കാം. നമുക്കറിയാം ഈ ഓങ്കോജീനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓങ്കോജീനുകൾ, അതേപോലെ തന്നെ ഓങ്കോ വൈറസുകൾ,
അല്ലെ ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിന് കാരണമാകുന്ന വൈറസുകളാണ് ഓങ്കോ വൈറസുകൾ. അപ്പൊ ഓങ്കോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ക്യാൻസർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള സെൽ ഡിവിഷൻ അനിയന്ത്രിതമാകും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. നമ്മുടെ ശരീരത്തിലുള്ള സെൽ ഡിവിഷൻ അൺകൺട്രോളബിൾ ആകും അല്ലെങ്കിൽ അനിയന്ത്രിതമാകും, നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും അല്ലെ. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ആ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ക്യാൻസർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓങ്കോളജി, അല്ലെങ്കിൽ ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്താണ് എന്തെന്ന് പറയുന്നത് ഓങ്കോളജി എന്ന് പറയുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഓങ്കോജീനുകൾ, ക്യാൻസറിന് കാരണമാകുന്ന വൈറസുകൾ ഓങ്കോ വൈറസുകൾ. അതേപോലെ നമുക്ക് ബാക്കി നോക്കാം. റീനൽ ഫെയിലിയർ, നമ്മുടെ കിഡ്നി കംപ്ലൈന്റ് ആവുന്ന അവസ്ഥയാണ്. ഡയബറ്റിസ്, ഷുഗർ ലെവൽ കൂടുന്ന അവസ്ഥയാണ് അല്ലെ. നമ്മുടെ നോർമൽ ഷുഗർ ലെവൽ നമുക്കറിയാം. എന്താണ് ഈ നോർമൽ ഷുഗർ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഷുഗർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70-110 mg/100 ml ആണ് നമ്മുടെ നോർമൽ ഷുഗർ ലെവൽ. ഈ നോർമൽ ഷുഗർ ലെവൽ കൂടുന്ന അവസ്ഥ, ആ കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോർമൽ ഷുഗർ ലെവൽ കൂടാൻ കാരണം ഏത് ഹോർമോണിന്റെ മാൽഫങ്ഷൻ ആണ് അല്ലെങ്കിൽ ഏത് ഹോർമോണിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, അത് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവ് മൂലമാണ് അല്ലെ. നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ അല്ലെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ അല്ലെ. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്താ പോയിന്റ്? എന്താ? ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. സോ ഇൻസുലിന്റെ അഭാവം മൂലം അല്ലെങ്കിൽ ഇൻസുലിന്റെ മാൽഫങ്ഷൻ മൂലം ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികളില് ചെറിയ പോറുകൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടാവും. അസ്ഥികളിൽ ചെറിയ പോറുകൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉണ്ടാവും. അത്തരത്തില് അസ്ഥികളിലെ ചെറിയ പോറുകൾ അല്ലെങ്കിൽ അസ്ഥികളിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഫലമായി അസ്ഥികളുടെ ഹാർഡ്നെസ് കുറയുന്നു അല്ലെങ്കിൽ അസ്ഥികൾ വീക്കാകുന്നു അല്ലെ, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു. ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോപോറോസിസിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലവും അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ കുറവ് മൂലവും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസി ഡിസീസ് ആണ് എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ്. നമ്മൾ ഈ ഒരു പോയിന്റ് ഓർത്തുകൊള്ളുക. വിറ്റാമിൻ ഡി, സൺഷൈൻ വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത് അല്ലെ. കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. സോ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ ആഗിരണം കുറയുകയും അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ്. കണ്ടോ, നല്ലൊരു പോയിന്റ് ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ കയറി വരാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗണൽ ഓഫ് യൂക്കാരിയോട്ടിക് സെൽ ഓൾസോ കോൾഡ് സൂയിസൈഡൽ ബാഗുകൾ അല്ലെ. ഒരു കോശവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ സെൽ ഓർഗനുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സൂയിസൈഡൽ ബാഗുകൾ എന്നറിയപ്പെടുന്ന സെൽ ഓർഗനല് ഏതാണ്? ഇപ്പൊ നമ്മളൊരു കോശം അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് വരികയാണെങ്കിൽ, ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ലിലേക്ക് വരുമ്പോൾ ആ സെല്ലിന്റെ ബ്രെയിൻ ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് അല്ലെ, ബ്രെയിൻ ഓഫ് സെൽ എന്നറിയപ്പെടുന്ന ആരാണ്? ദ ബ്രെയിൻ ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. അതേപോലെ തന്നെ ന്യൂക്ലിയസ് മുതൽ ഇതാണ് അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കും. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ് അല്ലെ. ഈ പ്ലാസ്മ മെംബ്രെയിന്റെയും സെൽ മെംബ്രെയിന്റെയും ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു ആര്? സിംഗറും നിക്കോൾസണും ചേർന്ന്. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അതൊന്ന് അറിഞ്ഞു വെച്ചു കൊടുക്കുക. അത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ്.
ശരി, ഇനി ന്യൂക്ലിയസ് മുതൽ പ്ലാസ്മ മെംബ്രെയിൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സെൽ ഓർഗനൽ ഉണ്ട്. ആ സെൽ ഓർഗനലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത, പാത്ത് വേ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതേപോലെ തന്നെ നമ്മുടെ കോശത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുണ്ട്, അല്ല, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയോൺ എന്ന് വിളിക്കുന്നത്. മൈറ്റോകോൺഡ്രിയോൺ. അതുകൊണ്ട് തന്നെ അവയെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നു. പവർ ഹൗസ്. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺഡ്രിയോണുകളുണ്ട്. പിന്നീടുള്ളതാണ് ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സുകൾ? ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു, പാക്കേജിങ്ങിന് സഹായിക്കുന്നു. ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പാക്കേജിങ്ങിന് സഹായിക്കുന്ന സെൽ ഓർഗനലായിട്ടുള്ള ഗോൾജി കോംപ്ലക്സുകളുണ്ട് അല്ലെങ്കിൽ ഗോൾജി ബോഡീസ് ഉണ്ട്. അതേപോലെ തന്നെ ആരുണ്ട്? റൈബോസോമുകളുണ്ട്. ആരുണ്ട്? റൈബോസോമുകൾ. ഈ റൈബോസോമുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്നു. പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന റൈബോസോമുകളാണ്. പിന്നീട് നമുക്കിവിടെ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസം ഉണ്ട്. ഇതാണ് ഒരു സെല്ലിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പിന്നെ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ അവിടെ സെൽ വാൾ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ തോതിൽ വാക്യൂൾസ്. ആനിമൽ സെൽസിലും വാക്യൂൾസ് ഉണ്ട്, പ്ലാന്റ് സെൽസിലും വാക്യൂൾസ് ഉണ്ട്. പ്ലാന്റ് സെൽസിന്റെ വാക്യൂൾസ് വലുതാണ്, ആനിമൽ സെൽസിന്റെ വാക്യൂൾസ് ചെറുതാണ്. അതേപോലെ വാക്യൂൾസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന മെംബ്രെയിനും കൂടെ പഠിച്ചോളുക. അത് ടോണോപ്ലാസ്റ്റ് ആണ്. ടോണോപ്ലാസ്റ്റ് ആണ്. അതേപോലെ തന്നെ ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് സെൽ ഓർഗനലുകൾ, ഒന്ന് ലൈസോസോം എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനലും, രണ്ട് എന്ന് പറയുന്നത് സെൻട്രിയോൾ എന്ന് പറയുന്ന സെൽ ഓർഗനലും. അതിൽ ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗനല് നമ്മുടെ കോശത്തിലേക്ക് കടക്കുന്ന ഏതൊരു വസ്തുവിനെയും ഇല്ലാതാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗനലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂയിസൈഡൽ ബാഗുകൾ. പിന്നീട് സെൻട്രിയോളുകളാണ് എന്തിന് സഹായിക്കുന്നത്? സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനത്തിന് സഹായിക്കുന്നത്. സോ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലൈസോസോംസ് ആണ്. അതേപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനിലാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഗോൾജി ബോഡീസ് നമ്മൾ പറഞ്ഞു, പാക്കേജിങ്ങിന് സഹായിക്കുന്നു. ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നു. മൈറ്റോകോൺഡ്രിയ നമ്മൾ പറഞ്ഞു, പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. സെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഏതൊരു ഷിഫ്റ്റിലെ RRB എക്സാമുകളിലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? സോ അതിന്റെ കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. എവിടെ നിന്ന് വേണമെങ്കിലും സെല്ലിൽ നിന്ന് ചോദ്യം വരാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റ് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മസിൽ സെൽസ് ഓഫ് ഹ്യൂമൻ? അപ്പൊ നമ്മുടെ ഈ റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതും അനൈറോബിക് റെസ്പിറേഷൻ. ആ റെസ്പിറേഷനുകളെ പൊതുവെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എയറോബിക് റെസ്പിറേഷൻ എന്നും അനൈറോബിക് റെസ്പിറേഷൻ എന്നും. അല്ലേ? എന്താണ് റെസ്പിറേഷൻ? നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനുമായിട്ട് ചേർന്ന് എനർജി നിർമ്മിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ എനർജി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ റെസ്പിറേഷനിൽ പൊതുവെ രണ്ട് സ്റ്റേജുകളിലായിട്ടാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ആ റെസ്പിറേഷന്റെ ഒന്നാമത്തെ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോളുക. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്രബ്സ് സൈക്കിളുമാണ്. ഒന്നാമത്തെ സ്റ്റേജ് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ സ്റ്റേജ് ക്രബ്സ് സൈക്കിളുമാണ്. ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലുമാണ്. അല്ലേ? അതേപോലെ തന്നെ ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് 2 ATP ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ക്രബ്സ് സൈക്കിളിന്റെ ഫലമായിട്ട് 28 ATP ആണ് ഉണ്ടാകുന്നത്. ഗ്ലൈക്കോളിസിസിലെ ഓക്സിജൻ ആവശ്യമില്ല, അതായത് അതൊരു അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്സിജൻ ആവശ്യമാണ്, അതൊരു എയറോബിക് റെസ്പിറേഷൻ ആണ്. ഗ്ലൈക്കോളിസിസിലെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നുണ്ട്? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ ക്രബ്സ് സൈക്കിളില് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും എനർജിയുമായിട്ട് മാറുന്നു. കണ്ടോ? ഇതാണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന്റെ 2 സ്റ്റേജുകൾ.
ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ ഒരു ഏരിയയിൽ നിന്ന് പലതവണ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ സെല്ലുലാർ റെസ്പിറേഷന്റെ 2 സ്റ്റേജുകൾ, ആദ്യത്തെ സ്റ്റേജ് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ സ്റ്റേജ് ക്രെബ്സ് സൈക്കിളുമാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. ഗ്ലൈക്കോളിസിസില് 2 ATP ആണ് ഉണ്ടാകുന്നത്. ATP എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കറൻസീസ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന എനർജി കറൻസീസ് എന്നറിയപ്പെടുന്നത് ATP ആണ്. എന്നാൽ ക്രെബ്സ് സൈക്കിളിന്റെ ഫലമായിട്ട് 28 ATP ആണ് ഉണ്ടാകുന്നത്. ഗ്ലൈക്കോളിസിസിലെ ഓക്സിജൻ ആവശ്യമില്ല, അതായത് ഒരു അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ക്രെബ്സ് സൈക്കിളില് ഓക്സിജൻ ആവശ്യമാണ്, അതൊരു എയറോബിക് റെസ്പിറേഷൻ ആണ്. ഗ്ലൈക്കോളിസിസിലെ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ക്രെബ്സ് സൈക്കിളില് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും എനർജിയുമായിട്ട് മാറുന്നുണ്ട്. ഇനി ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ഫെർമെന്റേഷൻ ഇൻ ഈസ്റ്റ്? ഈസ്റ്റിൽ നടക്കുന്ന ഫെർമെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഓക്കെ, അതേപോലെ അനൈറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മസിൽ സെൽസ് ഓഫ് ഹ്യൂമൻ. നമ്മുടെ ശരീരത്തിലും അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട് അല്ലേ? അതിന്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പേശികൾ ക്ഷീണിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ മസിൽ ഫാറ്റേജ്, പേശി ക്ലമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്? ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അനൈറോബിക് റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻസിൽ നടക്കുന്ന അനൈറോബിക് റെസ്പിറേഷൻ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈസ്റ്റിൽ ഫെർമെന്റേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് അല്ല ഉണ്ടാകുന്നത്, ആൽക്കഹോൾ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. നമ്മൾ വൈനൊക്കെ ഇടത്തില്ലേ, വൈൻ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ ഓഫ് ഈസ്റ്റ് ആണ്, അതിന്റെ ഫലമായിട്ട് ആൽക്കഹോൾ ആണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ അത് തെറ്റാണ്. ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഇത് രണ്ടും അനൈറോബിക് റെസ്പിറേഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടും നടക്കുന്ന സൈറ്റോപ്ലാസത്തിലാണ്. സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. എഥനോൾ ഇസ് ഫോംഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ ഫോം ചെയ്യുന്ന ഫെർമെന്റേഷൻ ഓഫ് ഈസ്റ്റിലാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എഥനോൾ അല്ല, ലാക്റ്റിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. സോ ഇത് തെറ്റാണ് അല്ലേ. അതേപോലെ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺഡ്രിയ, രണ്ടും അനൈറോബിക് ആണ്, സൈറ്റോപ്ലാസത്തിലാണ്. ഇതും തെറ്റാണ്. കണ്ടോ, കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട 2 അനൈറോബിക് റെസ്പിറേഷൻ, ഒന്ന് ബാക്ടീരിയയിൽ നടക്കുന്ന ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. നമ്മുടെ പാല് പുളിച്ച് തൈരാകുന്നത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ്. പിന്നീട് ഈസ്റ്റിൽ നടക്കുന്ന അനൈറോബിക് റെസ്പിറേഷൻ ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് എഥനോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. എന്തെന്നാണ് വിളിക്കുന്നത്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. സോ ഫെർമെന്റേഷൻ പ്രധാനമായിട്ടും 2 തരത്തില്. ബാക്ടീരിയാസ്, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നടക്കുന്നത്. എവിടെയാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നടക്കുന്നത്? ഏതാണ്? ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും. അതിന് ഉദാഹരണമാണ് പാല് പുളിച്ച് തൈരാകുന്നത്. അതേപോലെ തന്നെ ഈസ്റ്റിൽ നടക്കുന്നത് എന്താണ്? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. നമ്മുടെ വൈൻ ഇടത്തില്ലേ, അതൊക്കെ എന്താണ്? ആൽക്കഹോളിക് ഫെർമെന്റേഷനുമാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞു വെച്ചോളുക. രണ്ടും എന്താണ്? അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഹ്യൂമൻസിലും അനൈറോബിക് റെസ്പിറേഷൻ നടക്കും. നമ്മളിൽ അനൈറോബിക് റെസ്പിറേഷൻ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ശരി, നല്ലൊരു ചോദ്യമായിരുന്നു. കൺസെപ്റ്റ് ബേസ് ചെയ്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിരന്തരം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലായിട്ട് RRB എക്സാമുകളിൽ വരുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ടോ, സെൽ ഓർഗനുകൾ പരസ്പരം ഒന്ന് കണക്ട് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യമാണ്, പരസ്പരം ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഒരു ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ലൈസോസോം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് ആണെന്ന് നമുക്കറിയാം. മൈറ്റോകോൺഡ്രിയ പവർ ഹൗസും ആണെന്ന് നമുക്കറിയാം. പിന്നീട് DNA വരുന്നത്, DNA-യിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്രോമസോം. ഡിയോക്സി ന്യൂക്ലിക് ആസിഡ് അല്ലെ, ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ് ക്രോമസോമുകൾ കാണപ്പെടുന്നത്. സോ ആൻസർ ഏതാ വരുന്നത്? 1 C വരുന്നത്, 2 B വരുന്നത്, 3 A വരുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. കണ്ടോ, സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാന്റ് ടിഷ്യൂ ഈസ് ഇൻകറക്റ്റ്? പ്ലാന്റ് ടിഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഇൻകറക്റ്റ്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സൈലം ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ്.
ശരിയല്ലേ? സൈലമാണ് വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സൈലവും ഫ്ലോയവുമാണ് എന്തെന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ടിഷ്യൂസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ? അതിൽ സൈലമാണ് വാട്ടറും മിനറൽസും ലീഫിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് സൈലമാണ്. സൈലം ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ല, സൈലമാണ്. ശരി, അടുത്തത് സൈലം ആൻഡ് ഫ്ലോയം ആർ കോംപ്ലക്സ് ടിഷ്യൂസ്. സാധാരണഗതിയിൽ സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നിവ സിമ്പിൾ ടിഷ്യൂസും സൈലവും ഫ്ലോയവും എന്താണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ അത് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ്. ഈ ഒരു പോയിന്റും ശരിയാണ്. അടുത്ത ഫ്ലോയം ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് അല്ലെ? വാട്ടർ മിനറൽസും എത്തിക്കുന്നത് സൈലവും ഫുഡിനെ ലീഫിന്റെ പല ഭാഗങ്ങളിലേക്കും മുകളിലേക്കോ താഴേക്കോ ഒക്കെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഫ്ലോയവുമാണ്. ആ ഒരു പോയിന്റും ശരിയാണ്. അടുത്തത് മെറ്റീരിയൽസ് ക്യാൻ മൂവ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഇൻ സൈലം. സൈലത്തിൽ രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നു, മുകളിലോട്ടും താഴത്തോട്ടും പോകുന്നത്. നമുക്കറിയാം വെള്ളം എപ്പോഴും മുകളിലേക്കാണ് പോകുന്നത് അല്ലേ? യൂണി ഡയറക്ഷനിലാണ്. ബൈ ഡയറക്ഷണൽ മൂവ്മെന്റ് കാണിക്കുന്നത് ഫ്ലോയമാണ്. ചിലപ്പോൾ മുകളിലായിരിക്കും കൊണ്ട് ഫുഡ് വെക്കുന്നത്, അല്ലെങ്കിൽ റൂട്ടിൽ താഴെയായിരിക്കും ഫുഡ് വെക്കുന്നത്. സോ യൂണി ഡയറക്ഷണൽ സൈലത്തിലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം, മുകളിലേക്ക് മാത്രമാണ് വാട്ടർ മിനറൽസും കൊണ്ടുപോകുന്നത്. എന്നാൽ ഫ്ലോയത്തിലേക്ക് വരുമ്പോൾ മുകളിലേക്കോ താഴേക്കോ എന്ത് കൊണ്ടുപോകുന്നുണ്ട്? ഫുഡ് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നുണ്ട്. സോ അത് ബൈ ഡയറക്ഷണൽ മൂവ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, എവിടെയാണ് സൈലത്തിന്റെ മൂവ്മെന്റ് ബൈ ഡയറക്ഷൻ അല്ലെങ്കിൽ ബോത്ത് ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സൈലത്തിന്റെ മൂവ്മെന്റ് എന്താണ്? യൂണി ഡയറക്ഷനിലാണ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം, ഹൗ മെനി പെയർസ് ഓഫ് സെക്സ് ക്രോമസോംസ് ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻസ്? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ നമ്മൾ തെറ്റിക്കാറുണ്ട് അല്ലെ? ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ തെറ്റിക്കാറുണ്ട്. അപ്പൊ ഈ ക്രോമസോമിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ക്രോമസോമിന്റെ എണ്ണം എന്ന് പറയുന്നത് 46 ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഈ 46 ക്രോമസോമുകളിൽ 44 ക്രോമസോമുകൾ, ടോട്ടൽ 46 ക്രോമസോം ഉണ്ട്. അതിൽ 44 ക്രോമസോമുകളെ നമ്മൾ വിളിക്കുന്ന പേര് സൊമാറ്റിക് ക്രോമസോം എന്നും, 44 സൊമാറ്റിക് ക്രോമസോം എന്നും, ബാക്കി രണ്ടെണ്ണത്തെയാണ് നമ്മൾ സെക്സ് ക്രോമസോം എന്ന് വിളിക്കുന്നത് അല്ലെ? ആ സെക്സ് ക്രോമസോം തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഹോമോലോഗസ് കണ്ടീഷൻ, രണ്ടും സിമിലർ ആകും. ഹോമോലോഗസ് കണ്ടീഷൻ എക്സ് ആകും. ഹോമോലോഗസ് കണ്ടീഷൻ അല്ലെ? എക്സ് റെപ്രസെന്റ് ചെയ്യുന്ന ഫീമെയിൽസിനാണ്, പിന്നീട് എന്തുണ്ട്? ഹെട്രോലോഗസ് കണ്ടീഷൻ ഉണ്ട്, അതായത് എക്സ് വൈ ആകും. എക്സ് വൈ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്, ഹെട്രോലോഗസ് കണ്ടീഷൻ ആണ്. ആ ഹെട്രോലോഗസ് കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്? മെയിലിനെയാണ്. അപ്പൊ ചോദ്യം മനസ്സിലാക്കുക, മനുഷ്യ ശരീരത്തിലുള്ള ടോട്ടൽ ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 46. മനുഷ്യ ശരീരത്തിലുള്ള ടോട്ടൽ ക്രോമസോമുകളുടെ എണ്ണം 46ഉം മനുഷ്യ ശരീരത്തിലുള്ള സൊമാറ്റിക് ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ, സൊമാറ്റിക് ക്രോമസോം എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 44ഉം മനുഷ്യ ശരീരത്തിലുള്ള സെക്സ് ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 അത് തന്നെ രണ്ട് വിധത്തിൽ. ഹോമോലോഗസ് കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഫീമെയിൽസിനെയും, ഹെട്രോലോഗസ് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സും വൈയും ഹെട്രോലോഗസ് കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യുന്ന മെയിലിനെയുമാണ്. ചോദ്യത്തിലേക്ക് വരാം, ഹൗ മെനി പെയേഴ്സ്, ഇവിടെ പെയേഴ്സ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടല് 46 ക്രോമസോമാണ്. അതിൽ എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 പേരാണ്. ഇതിങ്ങനെ പേരായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ടോട്ടല് 23 പേരാണ് 46. അതേപോലെ തന്നെ സൊമാറ്റിക് ക്രോമസോം എത്ര പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ്? 22 പേരല്ലേ? അത് 22, ഈ 44 പകുതി എടുത്താൽ മതി, 22 പേരുകൾ അല്ലേ? അപ്പൊ സെക്സ് ക്രോമസോമോ 2 ഉള്ളു, അപ്പൊ എത്രയാണ്? 1 പെയർ അല്ലേ? 1 പെയർ. നമ്മളിപ്പോൾ ചെരുപ്പ് എന്ന് പറയുമ്പോൾ 2 ചെരുപ്പുകളാണ്, 1 പെയർ എന്നല്ലേ പറയുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ ക്രോമസോമുകൾ 46 അല്ലെങ്കിൽ 23 പേരാണ്. സൊമാറ്റിക് ക്രോമസോമുകളുടെ എണ്ണം 44 പേരാണെങ്കിൽ 22 പേരാണ്. സെക്സ് ക്രോമസോമുകൾ 2 എണ്ണം 2, പേരായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 1. ചോദ്യം വരാം, ഹൗ മെനി പെയേഴ്സ് ഓഫ് സെക്സ് ക്രോമസോം ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻസ്? ഇവിടെ ചോദിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ കണക്റ്റിംഗ് പോയിന്റ് പെയർ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെയറിന്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. 4 പേരാണോ? അല്ല. 3 പേരാണോ? അല്ല. 2 പേരാണോ? ചിലപ്പോൾ കൺസെപ്റ്റ് അറിയേണ്ട പോയി 2 എണ്ണമൊക്കെ കറപ്പിക്കും. അല്ല, 1 പേരാണോ? 1 പേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണമാണ് അല്ലേ? അപ്പൊ ആൻസർ എത്രയാണ്? 1. കണ്ടോ, അത്തരത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്ന് അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? തെറ്റാനുള്ള സാധ്യതയുണ്ട്.
ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. വിച്ച് ഓർഗൺ ഇൻ ദ ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ബൈൽ ജ്യൂസ്? മനുഷ്യ ശരീരത്തിലെ ഏത് ഓർഗൺ ആണ് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഈ ബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റിന്റെ ഡൈജഷന് സഹായിക്കുന്ന, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ഡൈജഷന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോൺ എൻസൈം, എൻസൈം അല്ല, നോൺ എൻസൈം ആണ് ബൈൽ. ഈ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൺ ആയിട്ടുള്ള, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൺ ആയിട്ടുള്ള 2 ലോബുകളുള്ള, എത്ര ലോബുകളുള്ള? 2 ലോബുകളുള്ള, ഏറ്റവും കൂടുതൽ താപം അല്ലെങ്കിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന അവയവമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ താപം അല്ലെങ്കിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന അവയവമായിട്ടുള്ള ബീറ്റാ കരോട്ടിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുന്ന അവയവം, ബീറ്റാ കരോട്ടിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുന്ന അവയവം. അതേപോലെ തന്നെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന, യൂറിയയുടെ പ്രൊഡക്ഷൻ നടക്കുന്ന, യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന അവയവമായിട്ടുള്ള കരളാണ് അല്ലെങ്കിൽ ലിവറാണ് എന്ത്? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെ, ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൺ, 2 ലോബുകളുള്ള, ഏറ്റവും കൂടുതൽ ചൂട് അല്ലെങ്കിൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന, യൂറിയ നിർമ്മാണം നടക്കുന്ന, ബീറ്റാ കരോട്ടിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ അവയവവും ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൺ, ആന്തരിക അവയവവും ആര് തന്നെയാണ്? കരളാണ്. അപ്പൊ ആൻസർ എന്താണ്? കരളാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച ബൈലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ബൈലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗാൾ ബ്ലാഡർ ആണ്. ഓക്കെ, ബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന ലിവറും അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗാൾ ബ്ലാഡർ ആണ്. സോ പാൻക്രിയാസ് തെറ്റാണ്. പാൻക്രിയാസ് നമ്മൾ പഠിച്ചു അല്ലെ, ഇൻസുലിനും ഗ്ലൂക്കോഗോണും അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പാൻക്രിയാസ്. സ്റ്റൊമക്ക് അല്ല, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ല. ആൻസർ ഓപ്ഷൻ എ, ലിവർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഇൻ ഡൈജസ്റ്റീവ് സിസ്റ്റം? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. നമ്മുടെ ഡൈജഷൻ ആരംഭിക്കുന്ന മൗത്തിൽ നിന്നാണ് അല്ലെ. മൗത്തിലെ ടീത്തുകളും സലൈവയും എല്ലാം ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. സലൈവിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമിന്റെ പേര് പഠിച്ചോണം. ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമാണ്. പിന്നീട് ഫുഡ് നമ്മുടെ ഈസോഫാഗസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈസോഫാഗസിലൂടെയുള്ള ഫുഡിന്റെ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പെരിസ്റ്റാൾസിസ് എന്നാണ്. പിന്നീട് ഫുഡ് സ്റ്റൊമക്കിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഡൈജസ്റ്റീവ് ജ്യൂസുകൾ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് നമ്മുടെ ഡിയോഡിനം വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് അബ്സോർപ്ഷൻ നടക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്ന അതിന്റെ കറക്റ്റ് സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വളരെ ക്ലിയർ ആണ്. ഇജക്ഷൻ അല്ല, അബ്സോർപ്ഷൻ അല്ല. ആദ്യം എന്തായാലും ഇഞ്ചക്ഷൻ, അതായത് ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സ് അല്ലെ. ആദ്യം ഇഞ്ചക്ഷൻ വരും, അത് കഴിഞ്ഞ് അബ്സോർപ്ഷൻ ആണോ? അല്ല, അത് കഴിഞ്ഞ് ഡൈജഷൻ നടക്കണം. ഓൾറെഡി ആൻസർ ആയി അല്ലെ. ഇഞ്ചക്ഷൻ, ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷൻ, പിന്നീട് ഇജക്ഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കണ്ടോ, അത് ഈസിയാണ്. നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ആ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണ്? രവി injured his knee while playing and it was bleeding. After some times he noticed that the bleeding has stopped and a dark red clot has plagued the wound. Which type of cell helps in blood clotting? ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സെല്ല് ഏതാണെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ആ ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇവിടെ സെല്ലെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചോളുക. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാസ്മ പ്രോട്ടീൻ, PP എന്ന് പറയുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. ഏതാണ്? ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെല്ല്, രക്തകോശം, ബ്ലഡ് സെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ, പ്രധാനപ്പെട്ട 3 ബ്ലഡ് സെല്ലുകളുണ്ട്. RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ. അതിൽ പ്ലേറ്റ്ലെറ്റുകൾ ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്ന പ്ലേറ്റ്ലെറ്റുകളാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ K ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ആണ്.
ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്ന എൻസൈമാണ്. ത്രോംബോപ്ലാസ്റ്റ് എന്ന് പറയുന്ന എൻസൈമാണ്. ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് സെൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൽ എന്ന് പറയുമ്പോൾ ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലേ? പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലെ? ലിംഫോസൈറ്റ് അല്ല, ഇസ്നോഫിൽ അല്ല, റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ല, RBC അല്ല. ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് WBCs ആണ് അല്ലെ? പ്രധാനമായിട്ടും WBCs നമ്മൾ പഠിച്ചതാണ്. എത്ര ടൈപ്പ് ഉണ്ട്? ന്യൂട്രോഫില്, ബേസോഫില്, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട WBCs. ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള WBCs ന്യൂട്രോഫിലാണ്, ഏറ്റവും കുറവുള്ളത് ബേസോഫിലാണ്, ഏറ്റവും വലുത് മോണോസൈറ്റും ഏറ്റവും ചെറുത് ലിംഫോസൈറ്റുമാണ്. ആണല്ലോ? നമുക്ക് ചോദ്യം കൺസെപ്റ്റ് ക്ലിയർ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ ഫൈബ്രിനോജൻ, ബ്ലഡ് സെല്ല് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് അല്ലെ? വിറ്റാമിൻ ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ K, എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. യെസ്, നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ചോദ്യമാണ്. ഹാർട്ട്, ആർട്ടറീസ്, വെയിൻസ്. വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്താണ് ഹൃദയം? മനുഷ്യ ശരീരത്തിലെ 4 അറകളുള്ള ഹൃദയം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കാണപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ മെംബ്രെയിൻ പെരികാർഡിയമാണ്. 2 തരം ബ്ലഡ് വെസൽസ്. ഒന്ന്, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ്, ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്. ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന, ബ്ലഡ് ഫ്രം ഹാർട്ട് അല്ലെ? ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നവരെ ആർട്ടറി എന്നും, ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ടു ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നവരെ വെയിൻസ് എന്നും വിളിക്കുന്നു. സോ 2 തരത്തിലുള്ള ബ്ലഡ് വെസൽസ്, arteries and veins. Arteries are the blood vessels that carry blood from heart. ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നത് ആർട്ടറീസും ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വെയിൻസുമാണ്. ഇങ്ങനെ നോക്കിക്കൊള്ളുക. സാധാരണഗതിയില് എല്ലാ ആർട്ടറീസും ഏത് ബ്ലഡാ ക്യാരി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാധാരണഗതിയിൽ എല്ലാ ആർട്ടറീസും എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ ലങ്സിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്ന ഒരു ആർട്ടറി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൾമണറി ആർട്ടറി. ആ പൾമണറി ആർട്ടറി മാത്രം ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നു. പോയിന്റ് പഠിച്ചു വെച്ചോളുക. സാധാരണഗതിയിൽ എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്നാൽ ആര് മാത്രം? പൾമണറി ആർട്ടറി മാത്രം. ലങ്സിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് പൾമണറി ആർട്ടറി. ആ പൾമണറി ആർട്ടറി മാത്രം ഓക്സിജൻ ഇല്ലാത്ത രക്തം അല്ലെങ്കിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ സാധാരണഗതിയിൽ എല്ലാ വെയിനും എന്താണ്? ഈ പറയുന്ന ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. ഓക്സിജൻ ഇല്ലാത്ത ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പൾമണറി വെയിൻ മാത്രം എന്ത്? ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് കൊണ്ടുപോകുന്നു. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും പറയണം അല്ലെ? ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പൾമണറി ആർട്ടറി മാത്രം ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെ എല്ലാ വെയിൻസും സാധാരണഗതിയിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പൾമണറി ആർട്ടറി മാത്രം ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നു. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ആർട്ടറീസും വെയിൻസും ആണ്. അപ്പൊ നമ്മൾ ഇത് മാത്രം പറഞ്ഞാൽ മതി. പൾമണറി ആർട്ടറി എന്ന് എടുത്ത് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൾമണറി വെയിൻ എന്ന് എടുത്ത് ചോദിച്ചിട്ടില്ല. ആർട്ടറീസും വെയിൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. എന്താണ്? ഹാർട്ട് എന്ന് പറയുന്നത് പമ്പിങ് ഓർഗൻ ആണ്. അത് നമുക്കറിയാം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എല്ലായിടത്തേക്കും രക്തം എത്തിക്കുന്ന പമ്പിങ് ഓർഗൻ ആണ് ഹാർട്ട്. ആർട്ടറീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആർട്ടറീസ് മാത്രം പറഞ്ഞാൽ മതി. ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസ് ആണ് അല്ലെ? ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആർട്ടറീസ് അല്ലെ? അപ്പൊ കിട്ടി. 2 C വരുന്നു. 1 A വരുന്നു, 2 C വരുന്നു. 1 A വരുന്നു, 2 C വരുന്നു. ഓപ്ഷൻ ഏതാണ്?
ഓപ്ഷൻ ഏതാണ്? ആൻസർ എ ആണ്. പിന്നെ വെയിൻസ് അറിയാലോ, വെയിൻസ് എന്ന് പറയുന്നത് ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. സോ ആ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. സർക്കുലേറ്ററി സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിലൊക്കെ ചോദ്യം വരാം. അതേപോലെ ഹൃദയത്തിന്റെ 4 അറകൾ, ഏട്രിയവും വെൻട്രിക്കിളും അതേപോലെ സൈനോ ഏട്രിയൽ നോഡും അല്ലെ, ട്രൈകസ്ബിഡും ബൈകസ്ബിഡും വാൽവും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കും. ആ കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഡാഷ് ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് സെൽ. അല്ലെ, വീണ്ടും സെല്ലിൽ നിന്നുള്ള ഒരു ചോദ്യം എടുത്തു പറയണോ? പവർ ഹൗസ്, ഊർജം നിർമ്മിക്കുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന എനർജി കറൻസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മൈറ്റോകോൺഡ്രിയോണുകളാണ്. അല്ലെ, ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, മൈറ്റോകോൺഡ്രിയോണുകളാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ഇയർ ഡ്രം? ഇയർ ഡ്രമ്മിന്റെ മറ്റൊരു പേര് എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസിന്റെ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇയറിലേക്ക് വരുമ്പോൾ ഇയറിന്റെ ഏറ്റവും പുറമേയുള്ള നമ്മുടെ ഈ ഒരു ചെവിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പിന്ന എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? പിന്ന. പിന്നെ എന്നല്ല, പിന്ന. അല്ലെ, പിന്ന, ചെവിക്കുട, പിന്ന എന്ന് വിളിക്കും. പിന്നയിൽ നിന്നും സൗണ്ടിനെ കൊണ്ടുപോകുന്ന ഒരു നാളം, അല്ലെ, ആ ഒരു കർണനാളം എന്ന് നമ്മൾ വിളിക്കും. അല്ലെ, ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ കർണനാളം. ഇത് പിന്ന എന്ന് വിളിക്കും. പിന്ന, അല്ലെ, ചെവിക്കുട എന്ന് നമ്മൾ വിളിക്കുന്ന പിന്ന. അല്ലെ, പിന്നീടാണ് ഇവിടെ കർണനാളം ഉണ്ട്. അല്ലെ, അത് കഴിഞ്ഞാണ് ഇവിടെ ഒരു മെംബ്രെയിൻ കാണപ്പെടുന്നത്. ആ മെംബ്രെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇയർ ഡ്രം, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ടിംപാനം എന്ന് വിളിക്കും. ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനം. വരുന്ന ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവുകൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്നത്. അല്ലെ, ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിന് ശേഷമാണ് അവിടെ അസ്ഥികൾ കാണപ്പെടുന്നത്. അല്ലെ, അസ്ഥികൾ എന്ന് പറയുമ്പോൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്. അതിൽ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ഉണ്ട്. സ്റ്റേപ്പീസ് കഴിഞ്ഞ് ചെറിയൊരു ഓവൽ വിൻഡോ എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്. അത് കഴിഞ്ഞാണ് ഒച്ചിന്റെ ആകൃതിയിലുള്ള എന്ത് കാണപ്പെടുന്നത്? ഇന്റേണൽ ഇയറിന്റെ ഭാഗമായിട്ടുള്ള കോക്ലിയ കാണപ്പെടുന്നത്. അല്ലെ, കോക്ലിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ബാസിലാർ മെംബ്രെയിൻ. ഈ ബാസിലാർ മെംബ്രെയിനാണ് സെൻസറി ഹെയർ സെല്ലുകൾ കാണപ്പെടുന്നത്. ഇത് കാണപ്പെടുന്നത് സെൻസറി ഹെയർ സെല്ലുകൾ. ഈ ബാസിലാർ മെംബ്രെയിനെയും സെൻസറി ഹെയർ സെല്ലുകളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓർഗൺ ഓഫ് കോർട്ടി എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കണം. പിന്നീട് ഇവിടെ യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂൾ എന്ന് പറയുന്ന പാർട്ടുണ്ട്. അതായത് നമ്മുടെ ഈ മിഡിൽ ഇയർ ഉണ്ടല്ലോ, ആ മിഡിൽ ഇയറിനെ നമ്മുടെ ഗ്രസനി അല്ലെങ്കിൽ ഫാരിങ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാസേജ്, ആ മിഡിൽ ഇയറിനെ ഫാരിങ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെറിയൊരു പാസേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ ചെവിയില് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ, മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ട്യൂബ് എന്ന് പറയാം, സോറി ട്യൂബ്യൂൾ അല്ല, ട്യൂബ്. ഇത്രയും കാര്യങ്ങൾ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് പക്കായിരിക്കണം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എവിടെയാണ് ഈ ഒരു പിക്ചർ കാണുമ്പോഴേ അറിയാം എന്താ ഇത് സംഭവം. എന്താ? നമ്മുടെ എവിടെ കാണപ്പെടുന്ന, കിഡ്നിയിൽ കാണപ്പെടുന്ന അൾട്രാ ഫിൽട്രേഴ്സ് ആയിട്ടുള്ള നെഫ്രോണുകളാണ്. അല്ലെ, കിഡ്നിയുടെ അൾട്രാ ഫിൽട്രേഴ്സ് ആയിട്ടുള്ള നെഫ്രോണുകളുടെ ഒരു ചെറിയൊരു സിമ്പിൾ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഡയഗ്രാം എന്താണെന്ന് അറിയാം, നെഫ്രോണുകളാണ്. അപ്പൊ ആ നെഫ്രോണുകൾക്ക് കപ്പ് ഷേപ്പ് പോലുള്ളൊരു ഭാഗമുണ്ട്. നെഫ്രോണുകൾക്ക് എന്തുണ്ട്? കപ്പ് ഷേപ്പ് പോലുള്ളൊരു ഭാഗമുണ്ട്. ആ കപ്പ് ഷേപ്പ് പോലുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൊമൺസ് ക്യാപ്സ്യൂൾ. അല്ലെ, ബൊമൺസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ബൊമൺസ് ക്യാപ്സ്യൂൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബൊമൺസ് ക്യാപ്സ്യൂൾ. ഇനി ബൊമൺസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുണ്ട്. ആ ബൊമൺസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലിനെ വിളിക്കുന്ന പേര് അഫറന്റ് വെസൽ. എന്നാണ് വിളിക്കുന്നത്? അഫറന്റ് വെസൽ. ഇനി ബൊമൺസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇഫറന്റ് വെസൽ. സോ അഫറന്റ് വെസലും ഇഫറന്റ് വെസലും, ബൊമൺസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന അഫറന്റ് വെസലും ബൊമൺസ് ക്യാപ്സ്യൂളിന് പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്നത് ഇഫറന്റ് വെസലുമാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്. പിന്നീട് ഹെൻലീസ് ലൂപ്പ് ഉണ്ട്. ഈ കാണപ്പെടുന്ന ലൂപ്പ് പോലുള്ള ഭാഗം അത് ഹെൻലീസ് ലൂപ്പ്. അല്ലെ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലീസ് ലൂപ്പ്,
പിന്നീട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇവിടെ നിന്നാണ് എന്ത് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോകുന്നത്, അല്ലെ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ കിഡ്നിയുടെ അൾട്രാ ഫിൽറ്റേഴ്സ് നമ്മൾ വിളിക്കുന്ന നെഫ്രോണുകളുടെ സ്ട്രക്ചർ. എന്തൊക്കെയാണ്? കപ്പ് ഷേപ്പ് പോലുള്ള ഭാഗം ബൊമൺസ് ക്യാപ്സ്യൂൾ. ബൊമൺസ് ക്യാപ്സ്യൂളിന് ഉള്ളിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴൽ അഫറന്റ് വെസലും, ബൊമൺസ് ക്യാപ്സ്യൂളിന് പുറത്തേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഇഫറന്റ് വെസലും. ഈ അഫറന്റ് വെസൽ അകത്തേക്ക് വന്ന് നെറ്റ്വർക്ക് പോലുള്ള ഒരു സ്ട്രക്ചർ ആകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് എന്ന് വിളിക്കും, ഗ്ലോമറുലസ്. പിന്നീട് താഴത്തോട്ടുള്ള ട്യൂബ് പോകുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ഹെൻലീസ് ലൂപ്പ് ഉണ്ട്. ഇത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, കളക്റ്റിംഗ് ഡക്റ്റ്. ഈ ഭാഗങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. നെഫ്രോൺസിന്റെ ഭാഗങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ലെറ്റർ റെപ്രസെന്റ് ദ റീജിയൻ ഓഫ് ബൊമൺസ് ക്യാപ്സ്യൂൾ? ബൊമൺസ് ക്യാപ്സ്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ ആണ്? ഓൾറെഡി പറഞ്ഞു എ അല്ലേ? എ. ആൻസർ എ ആണ്. റീജിയൻ എ ആണ് ബൊമൺസ് ക്യാപ്സ്യൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? സോ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാവുന്നതല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു ചോദ്യമാണ്. ദ ഫോളോയിങ് ഫിഗർ ഷോസ് എ ഹ്യൂമൻ നെഫ്രോൺ വിച്ച് പാർട്ട് ഈസ് കളക്റ്റിംഗ് ഡക്റ്റ്. ഇതിൽ കളക്റ്റിംഗ് ഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൽ കളക്റ്റിംഗ് ഡക്റ്റ് ഏതാണ്, കളക്റ്റിംഗ് ഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളക്റ്റിംഗ് ഡക്റ്റ് ഏതാണ്? നോക്കാം. നമ്മൾ പറഞ്ഞു ഇത് ബൊമൺസ് ക്യാപ്സ്യൂൾ ആണ് അല്ലെ? പിന്നീട് ഇങ്ങോട്ട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള് എ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് കളക്റ്റിംഗ് ഡക്റ്റ്. സോ റീജിയൻ എ ആണ് കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് മനസ്സിലാക്കുക അല്ലേ? സോ ആൻസർ എന്താണ് അല്ലേ? ഇതല്ലേ കളക്റ്റിംഗ് ഡക്റ്റ്. സോ റീജിയൻ എ ആണ് കളക്റ്റിംഗ് ഡക്റ്റ്. കണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, കൺസെപ്റ്റ് ബേസ് ചോദിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ സിന്തസിസ് ഓഫ് ഡാഷ്. എന്തിന്റെ സിന്തസിസിനാണ് അയഡിൻ സഹായിക്കുന്നത്? അയഡിൻ എന്ന് പറയുന്നത് എന്തിന്റെ സിന്തസിസിനാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പഠിച്ചു വെച്ചോളുക. അയഡിൻ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെ, തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളുണ്ട്. തൈറോക്സിനും ഉണ്ട്, കാൽസിറ്റോണിനും ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് അയഡിൻ. അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം, അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നു, വലുതാകുന്നു. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് ഡാഷ് എന്നുള്ളതാണ്. ഈസ്ട്രജൻ അല്ല, ഇൻസുലിൻ അല്ല, സൈറ്റോകൈനിൻ അല്ല, തൈറോക്സിൻ ആണ്. കണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വീണ്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. വീണ്ടും ഒരു ഡയഗ്രാം ആണ്. എന്ത് ഡയഗ്രാം ആണെന്ന് നിങ്ങൾ എടുത്ത് പറയണ്ട. ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സെല്ലായിട്ടുള്ള ഏത്? നമ്മുടെ സ്പേം അല്ലെ? സ്പേം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏറ്റവും വലുത് നമ്മുടെ ഓവമാണ്, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവമാണ്. പത്രത്തിൽ സ്പേമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ സെക്സ് ഡിറ്റർമിനേഷന് കാരണമാകുന്ന ഭാഗങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ആക്രോസോം എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ടിപ്പ് ഭാഗം ആക്രോസോം. ഹെഡ്, ഈ ഒരു ഭാഗം ഹെഡ് ഉണ്ട്. ഇതാണ് മിഡിൽ പീസ് എന്നറിയപ്പെടുന്നത്. ഇതാണ് ടെയിൽ. ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ. അതിൽ ഹെഡിലായിട്ടാണ് ഇവിടെ എൻസൈമുകൾ കാണപ്പെടുന്നത്. എൻസൈമുകൾ കാണപ്പെടുന്ന ഭാഗത്ത് നമ്മൾ ആക്രോസോം എന്ന് പറയും. ആ ഹെഡിലാണ് എന്തൊക്കെ കാണപ്പെടുന്നത്? നമ്മുടെ DNA, ജെനറ്റിക് മെറ്റീരിയൽ എല്ലാം കാണപ്പെടുന്നത് ഹെഡിലാണ്. ഈ മിഡിൽ പീസിൽ ഇതിന് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി ഇൻക്ലൂഡ് ചെയ്യുന്ന മൈറ്റോകോൺഡ്രിയകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മിഡിൽ പീസിലാണ്. ടെയിൽ എന്ന് പറയുന്നത് അത് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെ, ചലിക്കാൻ സഹായിക്കുന്ന ടെയിലാണ്. അപ്പൊ ചോദ്യം എവിടെയാണ് എന്നുള്ളതാണ്. ആൻസർ ഓൾറെഡി കിട്ടി. എവിടെയാണ്? പാർട്ട് എ, ഹെഡ് റീജിയനിലാണ് കാണപ്പെടുന്നത്. കിട്ടിയല്ലോ? യെസ്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ക്രോമസോംസ് ലീഡ്സ് ടു ദ ബർത്ത് ഓഫ് എ ഗേൾ ചൈൽഡ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ അത് ഹോമോലോഗസ് കണ്ടീഷൻ ആണ്. സോ എക്സ് എക്സ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, എക്സ് എക്സ് ആണ് ഹോമോലോഗസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഗേൾ ചൈൽഡ് എന്ന് പറയുന്നത്. ബോയ് എന്ന് പറയുമ്പോൾ എക്സ് വൈ വരും അല്ലെ, ഹെട്രോലോഗസ് കണ്ടീഷൻ. അടുത്തത് സ്യൂഡോപോഡിയ ആർ ദ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ അല്ലെ? ഇവിടെ കാണപ്പെടുന്ന
എവിടെ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ ആണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. സോ സ്യൂഡോപോഡിയ ആർ ദ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ ഇൻ ഹൈഡ്ര ആണോ? ഹൈഡ്രയിൽ കാണപ്പെടുന്ന ടെൻഡക്കിളുകളാണ് അല്ലെ? ഹൈഡ്രയിൽ കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രയിൽ കാണപ്പെടുന്നത് എന്താണ്? ഹൈഡ്രയിൽ കാണപ്പെടുന്നത് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ടെൻഡക്കിളുകൾ എന്ന് വിളിക്കുന്നത്. ടെൻഡക്കിളുകളാണ് അല്ലെ? പാരമീസിയം ആണോ? പാരമീസിയത്തിൽ കാണപ്പെടുന്ന പ്രധാനമായിട്ടും സീലിയകളാണ്. സീലിയ. അപ്പോൾ ഹൈഡ്ര അല്ല, പാരമീസിയം അല്ല. പിന്നീട് ഏതാണ്? അമീബ. അമീബയിലാണ് അല്ലെ? അമീബ. എർത്ത് പ്രധാനമായിട്ടും സീറ്റ് അല്ലെങ്കിൽ അതിന് മസിൽസ് ആണ് കാണപ്പെടുന്നത്. സോ ആൻസർ എന്താണ്? അമീബ. അമീബയിലാണ് സ്യൂഡോപോഡിയ കാണുന്നത്. അത് ചലിക്കാനും ഫുഡ് ഗ്യാദർ ചെയ്യാനും സഹായിക്കുന്ന ഭാഗമാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. കണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ്? സം ഫീച്ചേഴ്സ് ഓഫ് വില്ലി ഓഫ് ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ആർ ഗിവൺ ബിലോ. നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ വില്ലസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? വില്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ ആണ്. നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ കാണപ്പെടുന്ന, ചെറുകുടലിൽ കാണപ്പെടുന്ന വിരലിന്റെ ആകൃതിയിലുള്ള ഭാഗത്തെയാണ് വില്ലസ് എന്ന് പറയുന്നത്. അത് ശരിയാണ് അല്ലെ? അടുത്ത രണ്ടാമത്തെ, പ്രൊവൈഡ് ലാർജ് സർഫസ് ഏരിയ അല്ലെ? അബ്സോർപ്ഷൻ, ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ലാർജ് സർഫസ് ഏരിയ വില്ലസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. ദേ ഹാവ് സ്മോൾ പോസ് ഫോർ ദ ഫുഡ് ടു പാസ്. അതുണ്ടോ അല്ലെ? ഫുഡ് പാസ് ചെയ്യാൻ പോറുകൾ ഇല്ല. അടുത്ത എന്താണ്? റിച്ച്ലി സപ്ലൈ ബ്ലഡ് കാപ്പിലറീസ്. അതിൽ ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയൽസും എല്ലാം കാണപ്പെടുന്നുണ്ട്. അതും ശരിയാണ്. സോ 1, 2, 4 എന്നിവ ശരി. കണ്ടോ? സിമ്പിൾ കൺസെപ്റ്റ് അല്ലെ? സിമ്പിൾ കൺസെപ്റ്റ്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ ഡിസ്പ്ലേഡ് ബൈ ഓൾ സെൽ അണ്ടർ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പില് ഡിസ്പ്ലേ ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പ്ലാസ്മ മെംബ്രെയിനും ന്യൂക്ലിയസുമാണ് അല്ലെ? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്ലാസ്മ മെംബ്രെയിനുകളും ന്യൂക്ലിയസുമാണ് കാണാൻ സാധിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. എന്താണ്? വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ന്യൂറോൺസ്. ഒരു ന്യൂറോൺസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് അല്ലെങ്കിൽ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ സെല്ലാണ് ന്യൂറോണുകൾ അല്ലെ? ഏറ്റവും നീളം കൂടിയ കോശം അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ സെല്ലുകളാണ് ന്യൂറോണുകൾ എന്ന് പറയുന്നത്. സോ ആ ന്യൂറോണുകളുടെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് ന്യൂറോണിനുള്ളത്. ആ ന്യൂറോണിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെ ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. ന്യൂക്ലിയസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ അതിന്റെ സെൽ ബോഡി എന്ന് പറയും. സെൽ ബോഡി. പിന്നെ അവിടെ നീണ്ടു കിടക്കുന്ന ഈ ഒരു ഭാഗം അല്ലെ? ഈ ഒരു ഭാഗത്തെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കും. ഡെൻഡ്രോണിന്റെ ശാഖകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസുകളെ നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. ഡെൻഡ്രൈറ്റ്. സോ സെൽ ബോഡി, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകൾ ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൽ നിന്ന് പോകുന്ന ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ആക്സോൺ ആണ്. ആക്സോണിന്റെ ബ്രാഞ്ചുകള് ആക്സോണൈറ്റ് ആണ്. ആക്സോണൈറ്റിന്റെ ടിപ്പിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? സിനാപ്റ്റിക് നോബും കാണപ്പെടുന്നുണ്ട്. എന്ത് കാണപ്പെടുന്നുണ്ട്? സിനാപ്റ്റിക് നോബും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ അല്ലെ? ഒരു പ്രധാനപ്പെട്ട ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഈ പറയുന്ന ഡെൻഡ്രൈറ്റും സെൽ ബോഡിയും ആക്സോണും. ഒരു ന്യൂറോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ഡെൻഡ്രൈറ്റ് അല്ലെ? ഡെൻഡ്രൈറ്റ്, അതേപോലെ സെൽ ബോഡി, ആക്സോൺ എന്നിവയാണ് ഒരു ന്യൂറോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കണക്കാക്കുന്നത് ഈ 3 ഭാഗങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: The number of mitochondria in a cell varies depending upon which of the following. അല്ലെ? ഒരു കോശത്തിലുള്ള മൈറ്റോകോൺഡ്രിയോണുകളുടെ എണ്ണം എന്തിനേക്ക് അടിസ്ഥാനമാക്കിയാണ് കാണപ്പെടുന്നത്? ഒരു കോശത്തിലുള്ള മൈറ്റോകോൺഡ്രിയോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ കോശങ്ങളുടെ എന്തിനെ ബേസ് ചെയ്താണ്? ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തായിരിക്കും അല്ലെ? ആ എനർജി കൂടുതൽ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മൈറ്റോകോൺഡ്രിയകളുടെ എണ്ണം കൂടുതലായിരിക്കും. ബ്രെയിന് അല്ലെ, അതേപോലെ മസിൽസ് തുടങ്ങിയ ഭാഗങ്ങളിൽ, ലിവർ തുടങ്ങിയ ഭാഗങ്ങളിൽ എനർജി കൂടുതൽ വേണം. അത്തരത്തില് എനർജി കൂടുതൽ ആവശ്യമായിട്ടുള്ള
എനർജി കൂടുതൽ ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിൽ എന്തും കൂടുതലായിരിക്കും, മൈറ്റോകോൺഡ്രിയോണിന്റെ അളവും കൂടുതലായിരിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷുഡ് ദ ബെസ്റ്റ് ഫോർ ദ ഓർഡർ ഓഫ് ബഡ്ഡിംഗ് ഇൻ ഓർഗാനിസം. അപ്പൊ ഓർഗാനിസത്തിലെ ബഡ്ഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബഡ്ഡിംഗ് എന്ന് പറയുന്നത് ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്, അല്ലെ? അപ്പൊ ബഡ്ഡിങ്ങിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബഡ് ഫോർമേഷൻ. ഏറ്റവും ആദ്യം ബഡ് ഫോർമേഷൻ നടക്കുക. ബഡ് ഫോം ചെയ്ത ശേഷം രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. മൂന്നാമത്തത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. നാലാമത്തെയാണ് ഡിറ്റാച്ച് ഓഫ് ബഡ്, അല്ലെ? ബഡ് ഫോം ചെയ്യുന്നു, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു, പിന്നീട് പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു, അല്ലെ? അതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ സ്റ്റോർ സ്റ്റാർച്ച്, ഓയിൽസ് ആൻഡ് പ്രോട്ടീൻ ഗ്രാനുൾസ്. സ്റ്റാർച്ച്, ഓയിൽസ്, പ്രോട്ടീൻ ഗ്രാനുൾസ് എന്നിവ സ്റ്റോർ ചെയ്യുന്ന സെൽ ഓർഗനല് ഏതാണ്? ഏതാണ് ഈ പറയുന്ന സ്റ്റാർച്ചും അതേപോലെ ഓയിലും പ്രോട്ടീനും എല്ലാം സ്റ്റോർ ചെയ്യുന്ന സെൽ ഓർഗനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് പ്ലാസ്റ്റിഡ്സ് ആണ്. ഈ പ്ലാസ്റ്റിഡ് തന്നെ പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്, അല്ലെ? ലൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ക്ലോറോഫില്ല കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേർഡ് പ്ലാസ്റ്റിക്, അല്ലെ? നിറങ്ങൾ നൽകുന്ന ക്രോമോപ്ലാസ്റ്റ് ആണ്. ലൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. അപ്പൊ അതിലെ ഈ പറയുന്ന എന്താണ് സ്റ്റാർച്ചും ഓയിൽസും പ്രോട്ടീൻസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ലൂക്കോപ്ലാസ്റ്റിലാണ്. ഓപ്ഷൻ ബി ലൂക്കോപ്ലാസ്റ്റിലാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണ്? ദ ഡെൻസ് സ്ട്രക്ചർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദാറ്റ് പ്രൊഡ്യൂസ് റൈബോസോം ഈസ് കോൾഡ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഡെൻസ് സ്ട്രക്ചർ, റൈബോസോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെൻസ് സ്ട്രക്ചർ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ഈ ന്യൂക്ലിയസിനെ ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിക്കണം. നമുക്കറിയാം സെല്ലിന്റെ ബ്രെയിൻ ആണ്, ബ്രെയിൻ ഓഫ് സെൽ എന്നാണ് ന്യൂക്ലിയസ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ന്യൂക്ലിയസിലേക്ക് കടക്കുമ്പോൾ ന്യൂക്ലിയസിന് എന്താണ്? ആ ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഉണ്ട്. ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കും, അല്ലെ? ന്യൂക്ലിയസിനുള്ള മെംബ്രെയിനെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. അവിടെയുള്ള ഒരു ഡെൻസ് സ്ട്രക്ചർ അതിനെ നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് വിളിക്കും, അല്ലെ? എന്നാ വിളിക്കുന്നത്? ന്യൂക്ലിയോലസ്. അതിന് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് വിളിക്കും, ന്യൂക്ലിയോലസ്. പിന്നീട് നെറ്റ്വർക്ക് പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ നെറ്റ്വർക്ക് പോലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ക്രോമാറ്റിൻ റെറ്റിക്കുലം, അല്ലെ? ക്രോമാറ്റിൻ റെറ്റിക്കുലം. അതേപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ ചെറിയ ചെറിയ പോറുകൾ കാണാം, അല്ലെ? ന്യൂക്ലിയർ മെംബ്രെയിനിൽ പോറുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആ ന്യൂക്ലിയർ പോറുകൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഏത് സ്ട്രക്ചറാണ് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെൻസ് സ്ട്രക്ചർ ആയിട്ടുള്ള ന്യൂക്ലിയോലസ് ആണ്, അല്ലെ? ന്യൂക്ലിയോലസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ചോദ്യം? എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ വെറൈറ്റി ഇൻ ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് സെൽ. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സെല്ലിന്റെ ആക്ടിവിറ്റിയെ ബേസ് ചെയ്ത്. അതേ കാര്യം തന്നെയാണ് പറയുന്നത്. സെല്ലിന്റെ ഷേപ്പും അതേപോലെ തന്നെ എന്താണ് അതിന്റെ ആക്ടിവിറ്റിയും ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്താണ്? ഓപ്ഷൻ ഡി, ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് സെൽസ് ആർ റിലേറ്റഡ് ടു സ്പെസിഫിക് ഫംഗ്ഷൻ ദേ പെർഫോം. അതെന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത് ആ ഫംഗ്ഷനെ ബേസ് ചെയ്തായിരിക്കും ഒരു സെല്ലിന്റെ ഷേപ്പും സൈസും വരുന്നത്. അതെന്ത് ഫംഗ്ഷൻ ചെയ്യുന്നോ ആ ഫംഗ്ഷനെ ബേസ് ചെയ്തായിരിക്കും സെല്ലിന്റെ സൈസും ഷേപ്പും വരുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചോളുക. അതുമായിട്ട് ബേസ് ഉള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഫൗണ്ട് ഇൻ പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൽ വരുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണ്? ഈ ഓപ്ഷൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. കാരണം ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ് എന്നൊക്കെ എന്താണ് ഈ പറയുന്ന പ്ലാന്റ്സിൽ നടക്കുന്ന എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ്. സോ അത് ഒഴിവാക്കാം. പിന്നീട് ഏതാ വരുന്നത്? ഫിഷൻ ആണ്, മൾട്ടിപ്പിൾ ഫിഷൻ. 2 തരത്തിലുള്ള ഫിഷൻ ഉണ്ട്, ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മാറുന്നു, അതിനാണ് ബൈനറി ഫിഷൻ എന്ന് വിളിക്കുന്നത്. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സെല്ലുകളായിട്ട് മാറുന്നു, അതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വിളിക്കുന്നു. സോ മൾട്ടിപ്പിൾ ഫിഷൻ പ്രധാനമായിട്ടും കാണിക്കുന്ന ആരാണ്? പ്ലാസ്മോഡിയം ആണ്. പ്ലാസ്മോഡിയം കണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താ? ചോദ്യം ഇതാണ്.
വിച്ച് among the following statement represent a characteristics of asexual reproduction? അല്ലെ, asexual reproductionന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ asexual reproductionലേക്ക് വരുമ്പോൾ ഇൻവോൾവ്സ് ടു പാരന്റ് എന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ് രണ്ട് പാരന്റ്, ഒരു മെയിൽ പാരന്റും അല്ലെങ്കിൽ ഒരു ഫീമെയിൽ പാരന്റും ഇൻവോൾവ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ജെനറ്റിക്കലി ഡൈവേഴ്സ്ഡ് ഓഫ്സ്പ്രിങ്സ്. ജെനറ്റിക്കലി ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ അതിന് നമ്മൾ ക്ലോണുകൾ എന്നാണ് വിളിക്കുന്നത്. പാരന്റിന്റെ അതേ ക്യാരക്ടർ ഉള്ള ഓർഗാനിസം, അത് ക്ലോണുകൾ എന്നാണ് വിളിക്കുന്നത്. ബി ഒഴിവാക്കാം. സി എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് ഓൺലി വൺ പാരന്റ്, ഒരു പാരന്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നു. അതാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ മെത്തേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാരന്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നു. ഇൻവോൾവ്സ് ഓൺലി വൺ പാരന്റ്. അല്ല, റിക്വയർഡ്സ് ഗമേറ്റ്. ഗമേറ്റ് എവിടെ ആവശ്യമില്ല? എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി, ഒരൊറ്റ പാരന്റ് മാത്രമാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? എ റിഫ്ലക്സ് ആർക്ക് which of the following represent the correct path of impulse? റിഫ്ലക്സ് ആക്ഷൻ, പെട്ടെന്നുണ്ടാകുന്ന ആക്ഷനുകളാണ് റിഫ്ലക്സ് ആക്ഷൻ അല്ലെ. അപ്പൊ ആ റിഫ്ലക്സ് ആക്ഷന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം റിസപ്റ്റർ ആണെന്ന് നമുക്കറിയാം. സോ എല്ലാത്തിന്റെയും ഏറ്റവും ആദ്യം റിസപ്റ്റർ ആണ്. റിസപ്റ്ററിൽ നിന്ന് അങ്ങോട്ടേക്കാ പോകുന്നത് സ്പൈനൽ കോഡ്. ഇവിടെ മോട്ടോർ ന്യൂറോൺ പറയുന്നുണ്ട്. മോട്ടോർ ന്യൂറോൺ അല്ല, സ്പൈനൽ കോഡ്, ബ്രെയിൻ, സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പൊ അത് വരുമ്പോ എന്ത് വരും? ഈ പറയുന്ന സ്പൈനൽ കോഡിലേക്ക് നമുക്ക് പോവാം അല്ലെ. സ്പൈനൽ കോഡ് കഴിഞ്ഞ് മോട്ടോർ ന്യൂറോൺ, മസിൽസ്. ആക്ച്വലി ഇതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഡി ആണ്. എങ്കിലും കറക്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? റിസപ്റ്റർ. റിസപ്റ്ററിൽ നിന്ന് എന്താണ്? സെൻസറി ന്യൂറോൺ, അങ്ങോട്ടേക്ക് ആവേഗങ്ങൾ കൊണ്ടുപോകുന്ന സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ കഴിഞ്ഞ് എവിടെയാണോ? ഒന്നെങ്കിൽ ബ്രെയിനിൽ പോകും, അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ പോകും. എങ്ങോട്ടെങ്കിലും പോവാം അല്ലെ. ബ്രെയിനിലാണെങ്കിൽ എന്താണ്? സെറിബ്രൽ റിഫ്ലക്സും, സ്പൈനൽ കോഡിലാണെങ്കിൽ സ്പൈനൽ റിഫ്ലക്സും. എങ്ങോട്ടെങ്കിലും പോവാം. പിന്നീട് അതിനെ കൊണ്ടുവരുന്ന ഈ പറയുന്ന ഇതിനെ കൊണ്ടുവരുന്നത് ആരാണ്? മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോണിൽ നിന്ന് അത് മസിൽസിലേക്ക് പോകും. ഇതാണ് അതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. കണ്ടോ? റിസപ്റ്റേഴ്സ്, സെൻസറി ന്യൂറോൺസ്, അതേപോലെ തന്നെ എന്താണ്? സെൻസറി ന്യൂറോൺ കഴിഞ്ഞ് എങ്ങോട്ടേക്ക് പോകും? ഒന്നെങ്കിൽ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്കോ, പിന്നീട് മോട്ടോർ ന്യൂറോണ്, അത് കഴിഞ്ഞ് റിലേറ്റഡ് മസിൽസ്. അതാണ് അതിന്റെ കറക്റ്റ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത് അല്ലെ. അതാണ് കറക്റ്റ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ശരി, ആൻസർ എന്തായാലും ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ പ്രോസസ് ബൈ വിച്ച് ഡെവലപ്പിംഗ് എംബ്രിയോ ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ലൈനിങ് ഓഫ് യൂട്രസ് ഈസ് കോൾഡ്. അല്ലെ, ലൈനിങ് ഓഫ് യൂട്രസിലേക്ക് ഈ പറയുന്ന എംബ്രിയോ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താ? അപ്പൊ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സെല്ലുകളായിട്ടുള്ള സ്പേമുകൾ അല്ലെ, സ്പേമുകൾ ഓവുമായിട്ട് കൂടിച്ചേരും. സ്പേമും ഓവും കൂടി കൂടിച്ചേരുന്നതിനെ ഫ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കും. ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷന് രണ്ട് തരത്തിലുണ്ട്: ഇന്റേണൽ ഫെർട്ടിലൈസേഷനും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും. പാരന്റ് ബോഡിക്ക് ഉള്ളിലാണെങ്കിൽ അല്ലെ, പാരന്റ് ബോഡിക്ക് ഉള്ളിലാണെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, രണ്ടും കൂടെ കൂടിച്ചേരുന്നത് ഉള്ളിലാണെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷനും, പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ അല്ലെ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അങ്ങനെ രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് എന്ത് രൂപപ്പെടുന്നുണ്ട്? സൈഗോട്ട് രൂപപ്പെടുന്നുണ്ട്. സൈഗോട്ട് ഡിവിഷൻ സംഭവിച്ച് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. എംബ്രിയോ പിന്നീട് മോറലായിട്ട് മാറുന്നുണ്ട്. മോറല പിന്നീട് ബ്ലാസ്റ്റോമേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ബ്ലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി ബ്ലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസൈറ്റ് പോയിട്ട് എവിടെ? യൂട്രസ് വാളിൽ പോയി അറ്റാച്ച് ചെയ്യണം. യൂട്രസ് വാൾ എന്ന് പറയുമ്പോൾ എൻഡോമെട്രിയം വാൾ. അപ്പൊ എൻഡോമെട്രിയം വാളിൽ പോയി അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലാന്റേഷൻ. സോ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റാച്ച് എവിടെ? ഈ പറയുന്ന ബ്ലാസ്റ്റോമേഴ്സ് എംബ്രിയോയുടെ അല്ലെ, ഈ പറയുന്ന ബ്ലാസ്റ്റോമേഴ്സ് എൻഡോമെട്രിയം വാളിൽ പോയി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ആണ് അല്ലെ. ഇംപ്ലാന്റേഷൻ ആണ്. എംബ്രിയോ ഫോം ചെയ്യുന്നതാണ് എംബ്രിയോജെനിസിസ്. സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസേഷൻ അല്ലെ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ചോദ്യം: വിച്ച് ഈസ് ദ മെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ആനിമൽസ്? ആനിമൽസിന്റെ മെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നെർവൽ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, മസ്കുലർ സിസ്റ്റം.
നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയലും പുറന്തള്ളാനും എല്ലാം സഹായിക്കുന്ന ഒരു മെയിൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഏതാണ്? സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് സച്ച് ആസ് copper T, the loop or copper T are placed in which part of human body? ഹ്യൂമൻ ബോഡിയിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സെക്ഷൽ ഇന്റർകോഴ്സ് ടൈമിൽ യൂസ് ചെയ്യുന്നവയാണ് കോണ്ടം പോലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളിൽ ഈ പറയുന്ന കോപ്പർ ടി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്രസിലാണ് കോപ്പർ ടി ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലെ? യൂട്രസിലാണ് കോപ്പർ ടി ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഇത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എലമെന്റ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? അയഡിൻ എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഒക്കെ ഓൾറെഡി വന്ന ചോദ്യമാണ്. അടുത്തത്, which of the following plant reproduce essentially by budding along with the margin of their leaf? അല്ലെ, ലീഫിലൂടെ കൂടി അല്ലെങ്കിൽ ആ പറയുന്ന ബഡ്ഡിങ് എന്താണ്, ലീഫിലോട് കൂടി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന പ്ലാന്റ് ഏതാണെന്നാണ്. നമുക്കറിയാം ഇലമുളച്ചി എന്ന് വിളിക്കുന്ന ബ്രയോഫില്ലം. എന്താണ്? ഇലമുളച്ചി എന്ന് വിളിക്കുന്ന ബ്രയോഫില്ലം ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ്? ജനറലി which of the following trophic levels have least number of organisms? ഇവിടെ ലീസ്റ്റ് നമ്പർ ഓഫ് ഓർഗാനിസം ഉള്ളത് ഏതിനാണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മളൊരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഗ്രാസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാസ് കഴിക്കുന്ന ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗ് ഉണ്ട്, ഫ്രോഗിനെ കഴിക്കുന്ന സ്നേക്ക് ഉണ്ട്, സ്നേക്കിനെ കഴിക്കുന്ന ആരുണ്ട്? ഈഗിൾ ഉണ്ട്. അല്ലെ, ഇതാണ് ഒരു ഫുഡ് ചെയിൻ. അപ്പൊ ആ ഫുഡ് ചെയിന്റെ ഏറ്റവും ആദ്യം, ഏതൊരു ഫുഡ് ചെയിന്റെയും ഏറ്റവും ആദ്യം പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെ. പ്രൊഡ്യൂസേഴ്സ് പുല്ല് ഡയറക്റ്റ് തിന്നുന്നവരാണ് എന്ന് പറയുന്നത് പ്രൈമറി. ബാക്കിയുള്ളവരെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. സോ ബാക്കിയുള്ള ഏറ്റവും പുല്ല് ആദ്യമായിട്ട് തിന്നുന്നവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നും, ഇനി പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്ന ഫ്രോഗിനെ പോലുള്ളവരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നും, സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ തിന്നുന്നവരെ നമ്മൾ ടേർഷറി കൺസ്യൂമേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ അതാണ് അതിന്റെ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലെ. അതാണ് അതിന്റെ ഒരു എന്തെന്ന് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ആളുകൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് ടേർഷറി കൺസ്യൂമേഴ്സിലാണ്. എവിടെയാണ്? ടേർഷറി കൺസ്യൂമേഴ്സ്. ഇൻഡിവിജ്വൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സിലായിരിക്കും. അങ്ങോട്ട് പോകുന്നതോറും എണ്ണം കുറഞ്ഞു വരുന്നു അല്ലെ. ലീസ്റ്റ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ടേർഷറി കൺസ്യൂമേഴ്സിലായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫുഡ് വെബ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. നമ്മൾ പറഞ്ഞു ഫുഡ് ചെയിൻ എന്താണെന്ന് പഠിച്ചു. ആ ഫുഡ് ചെയിന്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് വെബിന്റെ ഡെഫിനിഷൻ തന്നെ ദ നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ഫുഡ് വെബ് അല്ലെ. ഫുഡ് ചെയിന്റെ നെറ്റ്വർക്കിനെ, ദ നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിന്റെ നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. സോ ഫുഡ് വെബ് കൺസിസ്റ്റ് ഓഫ് എന്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ചെയിൻ, ധാരാളം ഫുഡ് ചെയിനുകൾ ചേർന്നതിനാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ശരി. ചോദ്യം നോക്കിക്കൊള്ളുക. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫുഡിന്റെ മൂവ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഈസോഫാഗസിലൂടെയുള്ള ആ ഒരു ഫുഡിന്റെ മൂവ്മെന്റ്, ആ ഈസോഫാഗസിലൂടെയുള്ള ഫുഡിന്റെ മൂവ്മെന്റ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിച്ചിരുന്നു. ആ പെരിസ്റ്റാൾസിസിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? ഇത് പെരിസ്റ്റാൾസിസ് ആണ്. പെരിസ്റ്റാൾസിസ് ഡ്യൂ ടു ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസ്കുലാർ വാൾ അല്ലെ. റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസ്കുലാർ വാളിലൂടെയുള്ള ഫുഡിന്റെ മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഓസോൺ പ്രൊട്ടക്ട് എർത്ത് ഫ്രം ഡാഷ് റേഡിയേഷൻ. എന്ത് റേഡിയേഷനിൽ നിന്നാണ് ഓസോൺ നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെ? ഓസോൺ എന്ന് പറയുമ്പോൾ O3 നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു ഒന്നാണ് എന്തെന്ന് പറയുന്നത്? O3 അല്ലെങ്കിൽ ഓസോൺ എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ UV റേസിൽ നിന്നാണ്. UV റേസിൽ നിന്നാണ് നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓസോൺ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അടുത്ത നോക്കിക്കൊള്ളുക. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു മാനേജ് നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് സച്ച് ആസ് പ്ലാസ്റ്റിക്
എന്താണ് പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് എന്താണ് ബെസ്റ്റ് വേ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല. എന്താണ് എന്താണ് റീസൈക്കിൾ ആൻഡ് റീയൂസ് ഇറ്റ്. അത് റീസൈക്കിൾ ചെയ്യുക, അത് ഇനി വീണ്ടും എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നോക്കിക്കൊള്ളുക, ഐഡന്റിഫൈ ദ ഫോളോയിങ് സെൽ. ഇതിലെ സെൽ ഐഡന്റിഫൈ ചെയ്യുക. ഓൾറെഡി നമുക്ക് കിട്ടി അല്ലെ, ഈ ഒരു സ്ട്രക്ചർ ഉള്ള മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും ലാർജസ്റ്റ് സെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് ഏതാണ്, അത് നെർവ് സെല്ലുകളാണ് അല്ലെ. നെർവ് സെല്ലുകളാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇതെന്താണ്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് വാസ് ഡിസ്കവേർഡ് ബൈ ആരാണ്, നമ്മുടെ ആ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. ആ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് അല്ലെ. കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് എന്ത് കൊണ്ടുവന്നത്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓർണിത്തൈൻ സൈക്കിൾ. ഓർണിത്തൈൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറിയ ഫോം ചെയ്യുകയില്ലേ, അതായത് നമ്മുടെ സെല്ലില് സെല്ലുലാർ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്, സെല്ലില് സെല്ലുലാർ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് അമോണിയ ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന അമോണിയ ബ്ലഡിലൂടെ ലിവറിൽ എത്തുന്നുണ്ട്. ലിവറിൽ വെച്ച് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചില എൻസൈമുകളും കൂടെ എല്ലാം ചേർത്ത് യൂറിയ നിർമ്മിക്കും. സോ യൂറിയ നിർമ്മാണം നടക്കുന്ന ലിവറിൽ വെച്ചാണ്. ഇങ്ങനെ നിർമ്മിച്ച യൂറിയ പുറന്തള്ളുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടുള്ള കിഡ്നീസ് ആണ്. പറഞ്ഞു വെച്ചോളുക, മനുഷ്യ ശരീരത്തിലെ അല്ലെ ഓർണിത്തൈൻ സൈക്കിൾ, ഈ ഒരു സൈക്ലിക് പ്രോസസ്സിനെയാണ് ഓർണിത്തൈൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. സോ ഓർണിത്തൈൻ സൈക്കിൾ നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറിലൂടെയാണ്. ലിവറിൽ വെച്ച് തന്നെയാണ് യൂറിയ നിർമ്മാണം നടക്കുന്നതും. ആ യൂറിയെ പുറന്തള്ളുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നീസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഏറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു. സോ ഇനി നമുക്കറിയാം റെയിൽവേ എക്സാമുകൾക്കും ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഓൾറെഡി നടക്കാനായിട്ട് പോവുകയാണ്. ബാക്കി വരാൻ പോകുന്ന റെയിൽവേ എക്സാം കോച്ചിങ്ങുകൾ, അത് RRB NTPC ആണെങ്കിലും RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിലും RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ ആണെങ്കിലും അല്ലെ, പുതിയ ബാച്ചുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. കൃത്യമായിട്ട് ഡെയിലി ടൈം ടേബിളുകൾ അനുസരിച്ച് വീക്കിലി എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെ, കൃത്യമായിട്ട് കറണ്ട് അഫേഴ്സുകൾ പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി വരാൻ പോകുന്ന സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ റെയിൽവേയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ. ബാച്ചിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ട് ക്യാപ്സ്യൂൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കാനും വളരെ ഈസിയാണ്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ബോട്ട് നമ്പറിൽ 9249089284 എന്ന ബോട്ട് നമ്പറിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്താണ്, നമ്മുടെ റെയിൽവേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ ഗ്രൂപ്പ് പിൻ ചെയ്തിട്ടുണ്ടാവും. അല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. സോ വളരെ സമയം നീണ്ടു നിന്നൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.